അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമായി പുതിയ ബൈപ്പാസിന് നിർദ്ദേശം. സാമൂഹ്യ പ്രവർത്തകനായ പ്രമോദ് കുമാർ മംഗലത്താണ് 1.4 കിലോമീറ്റർ ദൈർഘ്യമുള്ള തെക്കൻകോട് ബൈപ്പാസിന്റെ നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. അനുദിനം രൂക്ഷമാകുന്ന മൂവാറ്റുപുഴ നഗരത്തിലെ ഗതാഗത കുരുക്കിന് പരിഹാരമെന്നോണമാണ് സാമൂഹ്യ പ്രവർത്തകൻ പ്രമോദ് കുമാർ മംഗലത്ത് പുതിയ ബൈപ്പാസ് നിർദ്ദേശം മുന്നോട്ട് വച്ചത്. സംസ്ഥാന പാതയിലൂടെ തൊടുപുഴ ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് മൂവാറ്റുപുഴ നഗരത്തിലെ ഗതാഗത കുരുക്കിൽ അകപ്പെടാതെ യാത്ര തുടരുവാനുള്ള സാഹചര്യം ഒരുക്കുന്ന തരത്തിൽ 1.4 കിലോമീറ്ററോളം ദൂരമുള്ള പുതിയ തെക്കൻകോട് ബൈപ്പാസ് നിർദ്ദേശമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. തൊടുപുഴ റോഡിൽ നിന്നും മൂവാറ്റുപുഴ നഗരത്തിലേക്ക് വരുമ്പോൾ നിർമ്മല കോളേജ് കഴിഞ്ഞ് ലബ്ബക്കടവ് റോഡിലൂടെ പുഴത്തീരത്തെത്തി പുതിയ പാലം നിർമ്മിച്ച് തെക്കൻകോട് ഭാഗത്തുള്ള എസ്തോസ് റോഡിനും പള്ളിക്കാവ് റോഡിനും ഇടയിലൂടെ ആരക്കുഴ റോഡ് മുറിച്ചു കടന്ന് മാടവന ക്ഷേത്ര റോഡ് ആരംഭിക്കുന്ന ഭാഗത്ത് MC റോഡിൽ പ്രവേശിക്കും വിധത്തിലാണ് ബൈപ്പാസ് നിർദ്ദേശം. പദ്ധതി യാഥാർത്ഥ്യമായാൽ മൂവാറ്റുപുഴയ്ക്ക് റിംഗ് റോഡ് സ്വന്തമാകും. നഗരത്തിൽ പ്രവേശിക്കാതെ ദീർഘദൂര യാത്ര, ചരക്ക് വാഹനങ്ങൾക്ക് കൊച്ചി, കോട്ടയം, തൃശൂർ, മൂന്നാർ, തൊടുപുഴ, പിറവം തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് പോകാൻ സാധിക്കും. ഇതോടെ ദേശീയപാതയും MC റോഡ് ഉൾപ്പെടെയുള്ള 4 സംസ്ഥാന പാതകൾ സംഗമിക്കുന്ന മൂവാറ്റുപുഴ നഗരത്തിലെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ പരിഹാരമാകും. താരതമ്യേന കുറഞ്ഞ ദൂരത്തിലും ചെലവിലും പദ്ധതി യാഥാർത്ഥ്യമാക്കാനാകും. 10 മുതൽ 15 മീറ്റർ വരെ വീതിയിലുള്ള 2 വരി പാത മതിയാകുമെന്നതും തൊടുപുഴയാറിലെ താരതമ്യേന വീതി കുറഞ്ഞ ഭാഗമായതിനാൽ പരമാവധി 2 സ്പാനിൽ പാലം തീർക്കുവാൻ സാധിച്ചേക്കുമെന്നതും ചെലവ് കുറയ്ക്കും. ഈ ബൈപ്പാസിലൂടെ വരുന്ന യാത്രികർക്ക് നഗരത്തിൽ പ്രവേശിക്കാതെ തന്നെ ആരക്കുഴ റോഡ്, MC റോഡ്, പിറവം റോഡ് എന്നിവയിലൂടെയും നിർദ്ദിഷ്ട 130 ജംഗ്ഷൻ, കടാതി, കാരക്കുന്നം, കടാതി എന്നീ ബൈപ്പാസുകളിൽ പ്രവേശിച്ച് എറണാകുളം, തൃശൂർ, മൂന്നാർ ഭാഗങ്ങളിലേക്കും തിരിച്ചും യാത്ര തുടരാനാകും. മന്ത്രി മുഹമ്മദ് റിയാസ്, മാത്യു കുഴൽനാടൻ MLA, നഗരസഭാധ്യക്ഷൻ PP എൽദോസ് എന്നിവർക്കാണ് രൂപരേഖ സഹിതം പ്രമോദ് കുമാർ നിവേദനം നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. ഞാൻ എൻ്റെ ഓണം കളക്ഷനിലേക്ക് ഡെഫിനറ്റ്ലി ഇവിടുന്ന് കുറച്ച് എക്സ്ക്ലൂസീവ് ഐറ്റംസ് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. സോ കം, ലെറ്റ്സ് ഗോ ആൻഡ് ഹാവ് എ ലുക്ക്. ഓണം കളക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള കസവ് സാരികൾ കൂടാതെ നല്ല സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന, നമുക്ക് യുണീക്കായിട്ട് വെയർ ചെയ്യാൻ, സിമ്പിളായി ക്യാരി ഓഫ് ചെയ്യാൻ പറ്റുന്ന ഇൻഡോ വെസ്റ്റേൺ ഡ്രസ്സസും ഇവിടെ അവൈലബിൾ ആണ്. എല്ലാ സെക്ഷനിലും മികച്ച കളക്ഷൻ ആണെങ്കിലും എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുന്നത് ഈ 2 സാരീസാണ്. അപ്പോൾ എൻ്റെ ഓണത്തിനുള്ള ആൻസർ ഇസ് റൈറ്റ് ഹിയർ.